2026 JEE എക്സാമിനേഷന്റെ ഡേറ്റുകൾ ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസിന്റെയും ഡേറ്റുകൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ജാനുവരിയിലും ഏപ്രിലും നടക്കുന്ന എക്സാമിനേഷൻ. മെഡിക്കൽ ഒരു കോഴ്സുകൾ ആസ്പിറൻസ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ JEE എക്സാമിനേഷൻ എഴുതണോ? തീർച്ചയായും എഴുതണമെന്ന് തന്നെ പറയും. എന്തുകൊണ്ട്? നമുക്കൊന്ന് ചിന്തിക്കാം. 5 കാര്യങ്ങൾ കൊണ്ട് നീറ്റ് ആസ്പിറൻസ് JEE എക്സാമിനേഷൻ നിർബന്ധമായും എഴുതണമെന്ന് പറയും. 5ാമത്തെ റീസൺ നമുക്ക് ആദ്യം തന്നെ നോക്കാം. നമുക്കറിയാം JEE എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒരു നാഷണൽ ലെവൽ എക്സാമിനേഷൻ ആണ്. NTA ആണ് നടത്തുന്നത്. ഈ NTA തന്നെയാണ് നീറ്റ് എക്സാമിനേഷൻ നടത്തുന്നത്. നമ്മുടെ നീറ്റ് എക്സാമിനേഷൻ നമ്മൾ എഴുതേണ്ടത് മെയ് മാസത്തിലാണ്. പക്ഷേ JEEയുടെ ഫസ്റ്റ് എക്സാമിനേഷൻ എഴുതേണ്ടതോ ജാനുവരിയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നാഷണൽ ലെവൽ എക്സാമിനേഷൻ എഴുതിയുള്ള ഒരു എക്സ്പീരിയൻസ് നല്ല രീതിയിൽ നമുക്ക് ലഭിക്കാൻ നമ്മുടെ എമോഷൻസിനെ, നമ്മുടെ എക്സാമിനേഷൻ ഹാളിലുള്ള ടൈം മാനേജ്മെന്റിനെ ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഹെൽപ്പ് ആകുന്ന കാര്യമാണ് ഒരു JEEയുടെ ഫസ്റ്റ് ഫേസ് എക്സാമിനേഷൻ എഴുതുക എന്നുള്ളത്. 4ാമത്തെ ബെനിഫിറ്റ് നമുക്ക് ഇനി നോക്കാം. നീറ്റ് എക്സാമിനേഷൻ നമുക്ക് പഠിക്കേണ്ടത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ്. JEEക്കോ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണ്. അപ്പൊ ഫിസിക്സ്, കെമിസ്ട്രി കോമൺ ആണ്. അപ്പൊ നീറ്റ് എക്സാമിനേഷനും കൂടെ വേണ്ട രീതിയിൽ JEEക്കും വേണ്ട രീതിയിൽ ഫിസിക്സ്, കെമിസ്ട്രി നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ JEE എക്സാമിനേഷൻ നമുക്കറിയാം ഫിസിക്സും കെമിസ്ട്രിയും 25 ഈച്ച് ആണ്. അതുപോലെ മാത്സും 25 ആണ്. മാത്സിന് JEE എക്സാമിനേഷൻ ഒരു പ്രത്യേകതയുണ്ട്. JEEയുടെ എക്സാമിനേഷന് ഒരു സബ്ജക്റ്റിന് പോലും മിനിമം മാർക്ക് ഇത്ര സ്കോർ ചെയ്യണമെന്ന് നിയമമില്ല. അതുകൊണ്ട് തന്നെ മാത്സിന് നമുക്ക് 0 ആയാലും ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും 25+25 ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ് ഇൻറ്റു 4 200 മാർക്ക് സ്കോർ ചെയ്താൽ JEE എക്സാമിനേഷന് ഒരു 100% എത്താൻ പറ്റുന്ന ഒരു പൊസിഷനിൽ ഒരു വിദ്യാർത്ഥിക്ക് എത്താൻ സാധിക്കും. അപ്പൊ ജനുവരിയിൽ നടക്കുന്ന JEE എക്സാമിനേഷന് ഒരു 100%ഓടുകൂടി JEEയിൽ നല്ലൊരു സ്കോർ ചെയ്യുന്നത് മെയ്യിൽ നടക്കാൻ പോകുന്ന നീറ്റ് എക്സാമിനേഷന് നല്ല കോൺഫിഡൻസോടെ, എനിക്ക് ആ സബ്ജക്റ്റിലുള്ള ഒരു കോൺഫിഡൻസോടെ എക്സാമിനേഷനെ ക്രാക്ക് ചെയ്യാൻ, ആ ആത്മവിശ്വാസം വിദ്യാർത്ഥിക്ക് വർദ്ധിപ്പിക്കാൻ തീർച്ചയായും ഹെൽപ്പ് ആവും. ഇനി 3ാമത്തെ ബെനിഫിറ്റ് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഫിസിക്സും കെമിസ്ട്രിയും നാം പഠിക്കുമ്പോൾ 10 വർഷത്തെ നീറ്റ് എക്സാമിനേഷന്റെ JEE എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നീറ്റിനും JEEക്കും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നത്, സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു നീറ്റ് ആസ്പിരന്റ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥി JEE എക്സാമിനേഷൻ പാറ്റേണിലുള്ള ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് നീറ്റ് എക്സാമിനേഷന്റെ മാർക്ക് കുറച്ചും കൂടെ ഉയരത്തിലേക്ക് എത്തിക്കാൻ ഒരു വിദ്യാർത്ഥിക്ക് സാധിക്കും. ഇനി 2ാമത്തെ ബെനിഫിറ്റിലേക്ക് നമുക്കൊന്ന് പോകാം. നീറ്റ് എക്സാമിനേഷന് 180 ക്വസ്റ്റ്യൻസ് 180 മിനിറ്റ് കൊണ്ടാണ് ആൻസർ ചെയ്യേണ്ടത്. അവിടെ എല്ലാം ഓബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വസ്റ്റ്യൻ തരും, ഒരു ആൻസർ ആയിരിക്കും ഓരോ ക്വസ്റ്റ്യനും ഉണ്ടാവുക. ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ 4 മാർക്കാണ് ഉണ്ടാവുക. ഇനി ഇതേ പാറ്റേണിൽ തന്നെ JEEയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ ഓരോ സബ്ജക്റ്റിനും പാർട്ട് A, പാർട്ട് B ഉണ്ട്. പാർട്ട് Aയിൽ 20 ക്വസ്റ്റ്യൻസ് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നീറ്റിന്റെ സെയിം പാറ്റേൺ, ഓൾമോസ്റ്റ് സെയിം വരുന്ന, അതിൽ കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും വരുന്ന രീതിയിലുള്ള എക്സാമിനേഷൻ. അതിനുശേഷം വരുന്ന 5 ക്വസ്റ്റ്യൻസ്, 10 ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് Bയിൽ ഉണ്ടാവുക. അതിൽ 5 ക്വസ്റ്റ്യൻസ് നാം ആൻസർ ചെയ്യണം. ഈ 5 ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കൽ ലെവലാണ്. ഫസ്റ്റ് പാർട്ടിൽ A പാർട്ടിൽ വരുന്ന 20 ക്വസ്റ്റ്യൻസ് MCQs എന്ന് പറയുന്നത് നീറ്റിന്റെ സെയിം പാറ്റേണിൽ അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടെ ആപ്ലിക്കേഷൻ ലെവൽ വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നീറ്റിന്റെ എക്സാമിനേഷൻ കുറച്ച് ഈസി ആക്കാൻ, ടൈം ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനുള്ള രീതിയിലേക്ക് ഒരു കുട്ടിയുടെ കോൺഫിഡൻസിനെ അല്ലെ സബ്ജക്ട് നോളജിനെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നു. ഇനി ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെറിറ്റ് നമുക്കൊന്ന് നോക്കാം. നമുക്ക് JEEയുടെ എക്സാമിനേഷൻ ജാനുവരിയിൽ നടക്കുന്ന എക്സാമിനേഷന് നല്ല പെർസെന്റേജ് മാർക്കോടുകൂടി, ഒരു 100%, 99% മാർക്കോടുകൂടി JEE ക്വാളിഫൈ ചെയ്യുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം JEE വഴി ഒരു അഡ്മിഷൻ ഉറപ്പാക്കാൻ സാധിക്കും. അത് NITയിലോ IIITസിലോ ഒക്കെ ഒരു അഡ്മിഷൻ ഒരു വിദ്യാർത്ഥിക്ക് ഉറപ്പാക്കാൻ സാധിക്കും. നമുക്ക് അഡ്മിഷൻ വേണ്ടെന്നിരിക്കട്ടെ, നീറ്റ് എക്സാമിനേഷൻ ആണ് നമ്മുടെ ഫോക്കസിങ്. ആ നീറ്റ് എക്സാമിനേഷന് ഈ ജാനുവരിക്ക് ശേഷം ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ഈ സമയങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചു മുന്നോട്ട് പോയി നീറ്റ് എക്സാമിനേഷന് വേണ്ടിയിട്ട് നാം വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഫൈനൽ എക്സാമിനേഷൻ ഡേറ്റിൽ എഴുതാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായി. ഒരു സുഖമില്ലാഴിക വന്നു. നീറ്റ് എക്സാമിനേഷൻ എനിക്ക് നന്നായിട്ട് എടുക്കാൻ സാധിച്ചില്ല. ആ എക്സാമിനേഷൻ എഴുതാൻ സാധിക്കാതിരിക്കുന്നതിലൂടെ നമ്മുടെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിൽ നിന്ന് ഒരു കുട്ടിക്ക് പിന്തള്ളപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അതിനു പകരം ജാനുവരിയിലെ JEE എക്സാമിനേഷൻ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നമുക്കൊരു സീറ്റ് ഉറപ്പാക്കി വെച്ചാൽ
നമുക്ക് നീറ്റ് എക്സാമിനേഷൻ വിൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ, എക്സാം എഴുതാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായാൽ, നമുക്ക് ആ വിദ്യാർത്ഥിക്ക് ഒരു വർഷം കളയാതെ ജെയിലെ ഏതെങ്കിലും ഒരു കോഴ്സ്, ഏതെങ്കിലും ഒരു ക്യാമ്പസ് ഇഷ്ടമുണ്ടെങ്കിൽ അതിലൂടെ ഒരു ബെസ്റ്റ് ക്യാമ്പസിൽ ഫസ്റ്റ് ചാൻസിൽ തന്നെ അഡ്മിഷൻ എടുത്ത്, അല്ലെങ്കിൽ ഫസ്റ്റ് റിപ്പീറ്റിലൂടെ തന്നെ ഒരു അഡ്മിഷൻ ഉറപ്പാക്കി നമ്മുടെ ഫ്യൂച്ചർ സേഫ് ആക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക, 2026 നീറ്റ് ആസ്പിരന്റ് ആണോ, മെഡിക്കൽ ടാർഗറ്റ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണോ? നമുക്കറിയാം, ഒരു മെഡിക്കൽ ടാർഗറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളിൽ 10% സ്റ്റുഡൻസ് മാത്രമാണ് അതിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നത്. ബാക്കി 90% കുട്ടികളും എനിക്ക് മെഡിക്കൽ ലഭിച്ചില്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സെക്ടറിൽ ഏതെങ്കിലും ഒരു കോഴ്സും കൂടെ ടാർഗറ്റ് ചെയ്യുന്നവരാണ്. അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ നീറ്റ് എക്സാമിനേഷൻ ആസ്പിരൻസ് ആയിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും ജെഇക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുക. അതിനോടൊപ്പം കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ നല്ല നല്ല എഞ്ചിനീയറിംഗ് കോഴ്സുകളിൽ, മെഡിക്കലിലെ മറ്റുള്ള വിവിധ കോഴ്സുകൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് ആ എക്സാമിനേഷൻ എഴുതി നമ്മുടെ ഒരു സീറ്റ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഇയറിൽ തന്നെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. വളരെ സിസ്റ്റമാറ്റിക്കായ ഒരു അപ്രോച്ചാണ് പഠന സമയത്തും എക്സാമിനേഷൻ ടൈമിലും അലോട്ട്മെന്റ് സമയത്തും ഒക്കെ നിങ്ങൾക്ക് വേണ്ടത്. ഇതിനൊരു പേഴ്സണൽ കൗൺസിലിംഗ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. എൻട്രൻസിന്റെ പുതിയ പുതിയ ന്യൂസും അപ്ഡേറ്റ്സും ടിപ്സും ട്രിക്സുമായി വീണ്ടും നമുക്ക് കാണാം. ഓൾ ദ ബെസ്റ്റ്.